അപ്പോ SP ചലഞ്ചേഴ്സിന്റെ നാട്ടിലെ താരം പരിപാടിയുടെ ഇന്ന് പുതിയൊരു അതിഥിയാണ്. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന നമ്മുടെ തടകര പഞ്ചായത്തിൽ തന്നെ ഉള്ള അറുന്നൂറ്റിമംഗലം ദേശത്തുള്ള ദീപയാണ്. ദീപ, അപ്പം ദീപ അമ്മയ്ക്ക് വെച്ചു. അപ്പം ദീപ നല്ലൊരു പാട്ടുകാരിയാണ്, നല്ലൊരു കലാകാരിയാണ്. അനേകം സ്ഥലങ്ങളിൽ പാട്ട് ദീപയുടെ ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഞാൻ എഴുതിയ കവിതകളും ദീപ പാടിയിട്ടുണ്ട്. അപ്പം വളരെ മനോഹരമായി പാട്ടുകളും കവിതകളും ഒക്കെ പാടുന്ന ഒരു കലാകാരിയാണ്. പക്ഷെ നല്ല മടിയുള്ള ആളും കൂടെ. അപ്പോൾ നമ്മൾ വളരെ നിർബന്ധിച്ചാൽ മാത്രമേ, പഞ്ചായത്തിലൊക്കെ പരിപാടികൾക്കൊക്കെ വിളിക്കുമ്പോൾ വളരെ നിർബന്ധിച്ചാൽ മാത്രമേ വന്ന് പാടത്തുള്ളൂ. പക്ഷെ വളരെ മനോഹരമായി പാടുന്ന അനുഗ്രഹീത കലാകാരിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു കലാകാരി എന്ന നിലയിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ദീപ, എന്തുണ്ട് വിശേഷം? വീട്ടിലാരൊക്കെ ഉണ്ട്? മൈക്ക് വെച്ചോ, മൈക്ക്. പറഞ്ഞു. വീട്ടില് ഹസ്ബൻഡും മോളും. അപ്പം ഇന്ന് നമ്മുടെ ചാനൽ കാണാറുണ്ടോ? കാണാറുണ്ട്. ചാനൽ ഇഷ്ടപ്പെടാറുണ്ടോ? പിന്നെ ഇഷ്ടമാണ്. അപ്പോ നമ്മൾ ഇന്നത്തെ അതിഥിയായിട്ട് എടുത്തേക്കുന്ന ദീപയാണ്. അപ്പം ദീപ, ഇവിടെ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടാ പറഞ്ഞു? മന്നാലിൽ എരുത്തിക്കാവ് ദേവി ക്ഷേത്രത്തിന്റെ സമീപമാണ്. ആ മൈതാനത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ തന്നെ ഒരു ക്ഷേത്ര നഗരി എന്ന് പറഞ്ഞ പോലൊക്കെ തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്ത് വടക്ക് ഭാഗത്ത് തറമേൽക്കാവും ബാക്കില അമ്മഞ്ചേരി 3 ക്ഷേത്രങ്ങളാ കുടികൊള്ളുന്ന ഒരു പ്രദേശമാണ്. നല്ല ഐശ്വര്യമുള്ള ഒരു ദേശം. അപ്പൊ അവിടെ ആ എരുത്തിക്കാവ് അമ്മയുടെ തിരുമുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ പാടത്തിലാണ് നിൽക്കുന്നത്. അപ്പം ദീപ നല്ലൊരു ഗാനം ഏത് പാട്ടാ പാടുന്നത്? ആയുഷ്കാലം എന്നുള്ള സിനിമയിലെ ആയുഷ്കാലം പഴയ പാട്ടാ. ദാസേട്ടനും ചിത്രചേച്ചിയും കൂടെ ആലപിച്ച ഒരു പാട്ടാണ്. ആയുഷ്കാലം എന്ന മൂവിയിലെ ദാസേട്ടനും ചിത്രചേച്ചിയും കൂടെ ആലപിച്ച ഒരു ഗാനം, മൗനസ്വരമ എന്ന ഗാനമാണ് ഞാൻ പാടുന്നത്. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ ജന്മം സഫലം എൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ അറിയാതെ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ. അറിയാതെ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ. നീരവരാവിൽ ശ്രുതി ചേർന്ന വിണ്ണിൽ മൃദുരവമായി നിൻ ലയമഞ്ജരി. ആ അപ്പം ദീപ വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. നല്ല പാട്ടായിരുന്നു. അപ്പം വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ചാനലിന് വേണ്ടി വന്നൊരു പാട്ട് പാടിയതിന് വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് വായനാ ദിനം കൂടിയാണല്ലോ അല്ലേ? അപ്പം വായനാ ദിനം കൂടിയാണ്. അപ്പം എൻ്റെ കൂടി കവിത ഇതിനകത്തുണ്ട്. ഒരു പുസ്തകമാണ് എൻ കിനാക്കൾ ഇവിടെ പൂക്കുന്നു, ഒരു പുസ്തകം. ഇതിനകത്ത് എൻ്റെ കവിതയും ഉണ്ട്. അപ്പം ഒരു സന്തോഷം. ഒപ്പം നമ്മുടെ പെർലിൻ ഫാഷൻ ചാരുമോട് തരുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. താങ്ക് യു. അപ്പോൾ സന്തോഷം.